ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഇനി അത്ര സുഗമമായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധവും വഷളാകാൻ തന്നെയാണ് സാധ്യത. ഇനി ഒരു സുഗമമായ വ്യാപാര ഉടമ്പടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാകില്ല എന്നുള്ളതും ഉറപ്പാണ്. ഇപ്പോൾ അവസരത്തിന് ഉയരാൻ ശ്രമിക്കുകയാണ് റഷ്യ. കാരണം റഷ്യ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നത് കുറഞ്ഞ നിരക്കിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇന്ത്യക്ക് കുറച്ചുകൂടി ഇളവ് നൽകാനാണ് റഷ്യയുടെ തീരുമാനം. നിലവിൽ ഇന്ത്യക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ നൽകുന്നത് ബാരലിന് $3 ഇളവ് അനുവദിച്ചുകൊണ്ടാണ് നൽകുന്നത്. അത് $4 വർദ്ധിപ്പിക്കാനാണ് റഷ്യയുടെ തീരുമാനം. ഇത്തരത്തിൽ ഉള്ള ഒരു റിപ്പോർട്ട് ബ്ലൂംബെർഗാണ് പുറത്തുവിട്ടേക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രൂഡ് ഓയിൽ ഈ സെപ്റ്റംബർ അവസാനം റഷ്യയിൽ നിന്ന് കപ്പലിൽ കയറ്റുന്ന ക്രൂഡ് ഓയിലിനാണ് ഈ ഇളവ് ബാധകമാവുക. ഒക്ടോബർ വരെ ഈ ഇളവ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒക്ടോബർ അവസാനം വരെ ഈ ഇളവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചന. അത് കഴിഞ്ഞുള്ള ധാരണകൾ എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. നമുക്കറിയാമല്ലോ, 2022 റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയപ്പോഴാണ് റഷ്യക്കെതിരെ എല്ലാ സാമ്പത്തിക രാജ്യങ്ങൾ, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളടക്കം യൂറോപ്യൻ യൂണിയൻ അടക്കം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചത്. അങ്ങനെ റഷ്യയ്ക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ക്രൂഡ് ഓയിൽ കയറ്റി അയക്കാനോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനോ പറ്റിയില്ല. അങ്ങനെ വലിയ രീതിയിലൊരു സാമ്പത്തിക ഞെരുക്കത്തിൽ റഷ്യ അകപ്പെട്ടപ്പോഴാണ് സഹായഹസ്തവുമായി ഇന്ത്യ എത്തുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ചുകൂടി ലാഭകരമായ രീതിയിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കിട്ടുന്ന അവസരം ഇന്ത്യ മുതലാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് റഷ്യ ഇന്ത്യക്ക് ഏതാണ്ട് അന്ന് വിപണി വിലയിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ പകുതി വിലയ്ക്കാണ് റഷ്യ ക്രൂഡ് ഓയിൽ നൽകിയത്. അതായത് 50% ഇളവ് റഷ്യ ആ സമയത്ത് ഇന്ത്യക്ക് നൽകിയിരുന്നു. പിന്നീടത് പല ഭേദഗതികളും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ 2 മാസം മുൻപ് ഇന്ത്യക്ക് നൽകിയ ഇളവ് വെറും $1 എന്നുള്ളതാണ് കണക്ക്. 2 മാസം എന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂലൈ അവസാനം ഇന്ത്യക്ക് കിട്ടിയത് കൃത്യം പറഞ്ഞാൽ $1 ഡിസ്കൗണ്ടാണ്. എന്നാൽ ഓഗസ്റ്റ് ആദ്യം ഈ ഇളവ് $2.50 വർദ്ധിച്ചു. ഇപ്പോഴത് $3 ഇളവുണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് $4 വർദ്ധിപ്പിക്കാനാണ് റഷ്യയുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഏകദേശം $52.7 ബില്യൺ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ പുതിയ സാഹചര്യത്തിൽ കുറേ കൂടി വർദ്ധിക്കും. കാര്യം നല്ല ഇളവ് കിട്ടുമ്പോൾ കൂടുതൽ ഇന്ധനം വാങ്ങുക സ്വാഭാവികമാണല്ലോ. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോകും എന്നുള്ളത് ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കാരണം അദ്ദേഹം ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് തുടരുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനിഷ്ടവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് താനാണ്, അത്തരത്തിൽ തനിക്ക് വേണ്ടി നോബൽ സമ്മാനത്തിന് ഇന്ത്യ ശുപാർശ ചെയ്യണം എന്നുള്ള ഒരു മനസ്ഥിതിക്കാരനാണ് ട്രംപ്. അപ്പോൾ അതിന് ഇന്ത്യയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സമ്മതിച്ചു കൊടുത്തില്ല. ഇക്കാര്യത്തിലുള്ള അനിഷ്ടമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. താൻ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് ട്രംപിനിപ്പോൾ ഉള്ളത്. കാരണം താൻ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ള കാര്യം ഇന്ത്യക്കും പാകിസ്ഥാനും അറിയാം. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് ഇന്ത്യ നൽകാൻ തയ്യാറായില്ല. അങ്ങനെ താൻ ചതിക്കപ്പെട്ടു എന്ന മനോവികാരമാണ് അദ്ദേഹത്തിനിപ്പോൾ ഉള്ളത് എന്നുള്ള മാധ്യമ വാർത്തകൾ വന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയൊരു ഇന്ത്യ അമേരിക്ക സൗഹൃദം കാര്യമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസർ, അതായത് വ്യാപാര വാണിജ്യ കരാർ സംബന്ധിച്ച ഉപദേശം കൊടുക്കുന്ന പീറ്റർ നവറോ, അദ്ദേഹം ഇപ്പോൾ ഒരു നിലപാട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. കാര്യം ഉക്രൈൻ റഷ്യ സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് അങ്ങനെ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇന്ത്യ ഏതാണ്ട് 40-45% ഇന്ത്യക്ക് ആവശ്യമുള്ള അത്രയും ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അങ്ങനെ റഷ്യയുടെ വാർ മെഷീന്, റഷ്യയുടെ യുദ്ധയന്ത്രത്തിന് ഇന്ത്യയാണ് ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പീറ്റർ നവറോയുടെ ആരോപണം. അതുമാത്രമല്ല, റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രീമിയം ഉൽപ്പന്നങ്ങളാക്കി, അതായത് പ്രീമിയം പെട്രോളും ഡീസലും ഒക്കെ ആക്കി വിറ്റ് വൻതോതിൽ ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ, പീറ്റർ നവറോയെ പോലെയുള്ള ആൾക്കാർ ഉപദേശം കൊടുക്കുന്ന ട്രംപ് ഇന്ത്യക്കെതിരെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. നമുക്കറിയാം, 2022 ഇന്ത്യ റഷ്യയിൽ നിന്ന് വ്യാപകമായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇക്കാര്യത്തിൽ അമേരിക്ക കൃത്യമായ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. കാരണം
ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ധനത്തിൻ്റെ ഏതാണ്ട് 87% വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയെ നിവൃത്തിയുള്ളൂ. കാരണം ഇന്ത്യക്ക് ഈ ഇത്തരത്തിലുള്ള എണ്ണ നിക്ഷേപങ്ങളില്ലാത്ത ഒരു രാജ്യമാണ്, ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമാണ്. അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വത്തെ കരുതി നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ധനം കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ ഏറ്റവും കുറവ് വില ആരാണോ കോട്ട് ചെയ്യുന്നത്, അതൊരു കച്ചവടത്തിൻ്റെ നീതിയാണല്ലോ. ഏറ്റവും വില കുറവ് എവിടെയാണെന്നോ അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളൊരു കച്ചവടത്തിൻ്റെ നീതിയാണ്. അങ്ങനെ റഷ്യ ഇന്ത്യക്ക് വിലക്കുറവിൽ ഇന്ധനം വാഗ്ദാനം ചെയ്തപ്പോൾ ഇന്ത്യ സ്വാഭാവികമായും അവിടുന്ന് വാങ്ങി. റഷ്യൻ ക്രൂഡ് ഓയിലിനെ ഒരിടത്തും നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രമായ ഇന്ത്യക്ക് ഇന്ത്യയുടെ പരമാധികാരം ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ കരുതി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വത്തെ കരുതി ഇന്ത്യക്ക് അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ചൈന, യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ളവർ നിർബാധം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടി പൈപ്പ് ലൈൻ പോലും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്കയും റഷ്യയിൽ നിന്ന് കാര്യമായ ഇന്ധനം അല്ലെങ്കിൽ കൂടി മറ്റ് ചില രാസവസ്തുക്കളടക്കം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്ക പോലും റഷ്യയുമായിട്ടൊരു വ്യാപാര കരാർ ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെയാണ് ഇന്ത്യക്കെതിരെ മാത്രം ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത്, ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ മാത്രം നികുതി ചുമത്തുന്നത്. ഏതാണ്ട് 50% ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചത്. അത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ വലിയ നികുതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ട്രംപുമായിട്ട് അനുനയത്തിന് തയ്യാറാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ട്രംപ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം കരുതിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാനായിട്ട് താൻ ഇടപെട്ടു എന്നുള്ളത് പ്രധാനമന്ത്രി അംഗീകരിച്ചു തരും, അതുവഴി തനിക്ക് തൻ്റെ നോബൽ സമ്മാന സ്വപ്നം സഫലീകരിക്കും എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾ അതൊരു ഉഭയകക്ഷി സംഗതിയാണ്. അതിലൊരു മൂന്നാം കക്ഷിയെ ഇടപെടുത്തുന്ന പാരമ്പര്യം, ഒരു ചരിത്രം ഇന്ത്യക്കില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ ആ ഒരു ഇടപെടൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് എന്നത് വ്യക്തമാക്കി. ട്രംപ് പക്ഷേ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം മൂലം അദ്ദേഹം പാകിസ്ഥാൻ തനിക്ക് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുക കൂടെ ചെയ്തു. പക്ഷേ നരേന്ദ്രമോദി അക്കാര്യത്തിലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ അടക്കം വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ, നയതന്ത്ര ബന്ധം പോലും വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ ട്രംപ് വീണ്ടും പ്രധാനമന്ത്രി മോദിയെ ഏതാണ്ട് 4 തവണയോളം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും വന്നു. പക്ഷേ അതിലും അദ്ദേഹം ഫോൺ എടുത്ത് സംസാരിക്കാനും കൂട്ടാക്കിയില്ല. ഇതിന് പിന്നാലെ ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ റഷ്യ ചൈന ത്രയം അല്ലെങ്കിൽ RIC എന്ന് പറയുന്ന സഖ്യം അത് പ്രബലമാകുന്നു എന്നുള്ള കൃത്യമായ സൂചന അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അമേരിക്ക ആഗ്രഹിച്ചത് എന്താണ്? ഇന്ത്യ ഒരിക്കലും റഷ്യയോടും ചൈനയോടും അടുക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നത്. ഇത്തരത്തിൽ തന്ത്രപരമായി ഇന്ത്യയെ ഇവരുമായി അകറ്റി നിർത്തിയിരുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. കാരണം ഇന്ത്യയുമായി വലിയ രീതിയിലുള്ളൊരു സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഈ ഇടപെടൽ മൂലം ഇന്ത്യ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾക്കൊപ്പം സഖ്യമുണ്ടാകുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് എത്തിത്തീർന്നു എന്നുള്ളൊരു നിഗമനം, എന്നൊരു നിരീക്ഷണം പല വിദഗ്ധരും, അമേരിക്കൻ വിദഗ്ധരും ഇതിനോടകം നൽകുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യ ഇന്ത്യക്ക് കുറെ കൂടി ഉദാരമായ രീതിയിൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് എന്നുള്ള സംഗതികൾ കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ സഖ്യം അത് കൂടുതൽ പ്രബലമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം അത് കൂടുതൽ വഷളാകും, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സമീപകാലത്തൊന്നും അത് ഉണ്ടാകില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി അത് പ്രതിസന്ധിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്.